വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുളസി വിഷ്ണുവിനെ ശപിച്ചതിനെക്കുറിച്ചാണ്. മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ശംഖചൂഡനിൽ നിന്നും ശ്രീകൃഷ്ണ കവചം കൈക്കലാക്കിയ വിഷ്ണു മറ്റൊരു കാര്യം കൂടി സാധിക്കാൻ തുളസിയുടെ കൊട്ടാരത്തിലെത്തി. ശംഖചൂഡൻ്റെ വേഷത്തിലെത്തിയ വിഷ്ണുവിനെ തൻ്റെ ഭർത്താവ് യുദ്ധഭൂമിയിൽ നിന്നും മടങ്ങി തന്നെ ദർശിക്കാൻ വരികയാണെന്ന് ധരിച്ച തുളസി ജയ ജയ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കിളിവാതിലൂടെ രാജമാർഗത്തിലേക്ക് എത്തി നോക്കി. തൻ്റെ പ്രാണേശ്വരൻ തന്നെയാണ് രഥത്തിൽ നിന്നും ഇറങ്ങുന്നതെന്ന് തീർച്ചപ്പെടുത്തിയ ആ സാധ്വി പരമാനന്ദമക്തയായി ഉടൻ തന്നെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് അവരെ കൊണ്ട് മംഗളവാചകം ചൊല്ലിച്ചു. പിന്നീട് സ്വയം നന്നായി അണിഞ്ഞൊരുങ്ങി ഭർതൃരൂപത്തിൽ വന്ന ഭഗവാനെ പൂജിച്ചു. അവൾ പല കാര്യങ്ങളും സംസാരിച്ച ശേഷം അവർ തമ്മിൽ രമിച്ചു. പക്ഷേ സുഖം, സാമർത്ഥ്യം, ആകർഷണം എന്നീ കാര്യങ്ങളിൽ വ്യത്യാസം കണ്ട തുളസിയുടെ അകതാരിൽ സംശയം മുളപൊട്ടി. അല്പനേരം ചിന്താധീനയായിരുന്നതിനു ശേഷം തുളസി കുപിതയായി ചോദിച്ചു, "നീ ആരാണ്? ദുഷ്ട, നീ എന്നെ തന്ത്രപൂർവം വഞ്ചിക്കുകയാണ് ചെയ്തത്. എന്നെ ചതിയിലൂടെ അനുഭവിച്ച നീ ആരാണ്? എന്തിനു വേണ്ടിയാണ് എൻ്റെ പാതിവൃത്യം നശിപ്പിച്ചത്? സത്യം പറയാതിരുന്നാൽ എൻ്റെ ഉഗ്രശാപത്തിന് നീ പാത്രമാകുന്നതാണ്." തുളസിയുടെ വാക്കുകൾ കേട്ട ശ്രീഹരി പൊടുന്നനെ തൻ്റെ മനോഹരമായ രൂപം ധരിച്ചു. പിന്നെ ആരാണ് തൻ്റെ ചാരിത്രം കവർന്നെടുക്കാൻ ഭർത്താവിൻ്റെ രൂപം ധരിച്ചു വന്നതെന്നറിയാൻ തുളസിക്ക് പ്രയാസമുണ്ടായില്ല. വിഷ്ണുവിനെപ്പോലെ സർവവ്യാപിയായ ഒരു ഭഗവാന് ചേർന്നതല്ല ഈ പ്രവൃത്തി എന്നറിഞ്ഞ തുളസി കൂടുതൽ പ്രകോപിതയായി. വീറോടെ അവൾ പറഞ്ഞു, "ഹേ ശ്രീഹരി, നിങ്ങളുടെ മനസ്സ് ശിലയേക്കാൾ കഠിനമാണ്. ദയയുടെ അല്പാംശം പോലും നിങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എൻ്റെ പാതിവൃത്യത്തിന് ഭംഗം സംഭവിച്ചതിനാൽ നിശ്ചയമായും എൻ്റെ പ്രാണപ്രിയൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ദുഷ്ടനായ നീ ഒരു കല്ലായിത്തീരട്ടെ." ഇപ്രകാരം വിഷ്ണുവിനെ ശപിച്ച ശംഖചൂഡൻ്റെ സതിയും സാധ്വിയുമായ ആ പത്നി തുളസി ഏങ്ങി കരഞ്ഞു. ആ നാരീരത്നത്തിൻ്റെ നയനങ്ങളിൽ നിന്നും കണ്ണുനീർ കപോലങ്ങളിൽ കൂടി ഒലിച്ചിറങ്ങി. ഈ സമയം ഗുണദോഷങ്ങളെല്ലാം അറിയുന്ന ശ്രീ പരമേശ്വരൻ അവിടെ സാന്നിധ്യം കൊണ്ടു. അദ്ദേഹം തുളസിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "ദേവി, സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയായി. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ദുഃഖമകറ്റാൻ സഹായിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. ശ്രീഹരി, താങ്കളും കൂടി ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ അറിയേണ്ടതാണ്. ഭദ്രേ, നിങ്ങൾ എന്ത് മനോഭാവത്തോടു കൂടിയാണോ കഠിനമായി തപസ് വ്രതാനുഷ്ഠാനങ്ങളോടെ അനുഷ്ഠിച്ചു പോന്നത്, ഇത് ഈ തപസ്സിൻ്റെ ഫലമാണ്. ആഗ്രഹിച്ചത് എങ്ങനെ മറിച്ചാകാനാണ്? നിങ്ങൾക്ക് അർഹമായ ഫലം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി ഈ ശരീരം ത്യജിച്ച് ദിവ്യദേഹം സ്വീകരിക്കുക. എന്നിട്ട് ലക്ഷ്മീദേവിക്ക് തുല്യമായി വൈകുണ്ഠത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ ശരീരം എന്തിനെ ഉപേക്ഷിക്കുന്നുവെന്നാണെങ്കിൽ അത് നദീരൂപത്തിൽ പരിവർത്തിതമാകുന്നതാണ്. ആ നദി ഭാരതവർഷത്തിൽ പുണ്യരൂപിയായ ഗണ്ഡകി എന്ന പേരിൽ പ്രസിദ്ധിയായി തീരുന്നതാണ്. ഹേ മഹാദേവി, കുറച്ചു കാലത്തിന് ശേഷം
നമ്മുടെ വരത്തിൻ്റെ പ്രഭാവത്താൽ ദേവപൂജ സാമഗ്രികളിൽ തുളസിക്ക് പ്രധാന സ്ഥാനം ഉണ്ടായിരിക്കും. ഹേ സുന്ദരി, നിങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എന്നും ശ്രീഹരിയുടെ അടുക്കൽ തന്നെ വസിക്കാൻ ഇടവരുന്നതാണ്. കൂടാതെ പുഷ്പങ്ങളിൽ തുളസിക്കായിരിക്കും ശ്രേഷ്ഠസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ വൈകുണ്ഠത്തിൽ ദിവ്യരൂപിണിയായി വൃക്ഷാധിഷ്ഠാന ദേവിയായി എന്നും ഏകാന്തത്തിൽ ശ്രീഹരിയുടെ കൂടെ ക്രീഡിക്കുന്നതായിരിക്കും. അതേസമയം ഭാരതവർഷത്തിൽ നദികളുടെ അധിഷ്ഠാനത്തെ വർദ്ധിച്ച് പരമമായ പുണ്യം പ്രദാനം ചെയ്യുന്നവളുമായി ഭവിക്കുന്നതാണ്. അതുപോലെ ശ്രീഹരി നിങ്ങളുടെ ശാപത്തിൻ്റെ ഫലമായി കല്ലായി ഭവിച്ച് ഭാരതത്തിൻ്റെ ഗണ്ഡകി നദിയിലെ ജലത്തിന് സമീപം വസിക്കുന്നതായിരിക്കും. അവിടെ മൂർച്ചയേറിയ കൊമ്പുകളുള്ള കോടിക്കണക്കിന് കീടങ്ങളാൽ ആ കല്ലിൽ കുഴിയുണ്ടായി അതിൻ്റെ മധ്യത്തിൽ ഒരു ചക്രത്തിൻ്റെ രൂപം തെളിയുന്നതാണ്. അതിൻ്റെ രൂപഭേദങ്ങളാൽ അത് അത്യധികം പുണ്യം പ്രദാനം ചെയ്യുന്ന സാളഗ്രാമശിലയെന്ന് അറിയപ്പെടുന്നതായിരിക്കും. കൂടാതെ ചക്രത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് അതിനെ ലക്ഷ്മീനാരായണം തുടങ്ങിയ നാമങ്ങളിലും അറിയപ്പെടുന്നതാണ്. വിഷ്ണുവിൻ്റെ സാലഗ്രാമശിലയും ലതാരൂപിണിയായ തുളസിയുടെ സമാഗമവും എന്നും അനുകൂലവും വിവിധ തരത്തിലുള്ള പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. ഭദ്രേ, സാലഗ്രാമശിലയുടെ മുകളിൽ നിന്നും തുളസിയില ദൂരയ്ക്ക് എടുത്തു കളയുന്നവന് മറുജന്മത്തിൽ ഭാര്യാവിയോഗം സംഭവിക്കുന്നതാണ്. അതുപോലെ ശംഖം ദൂരയിട്ട് തുളസിയില നീക്കുന്നവനും ഭാര്യാഹീനയായിത്തീരുന്നതാണ്. മഹാജ്ഞാനിയായ പുരുഷൻ സാലഗ്രാമശിലയും ശംഖവും തുളസിയും നിവേദിച്ചാൽ അയാൾ ശ്രീഹരിയുടെ വിശേഷാനുഗ്രഹത്തിന് പാത്രമായിത്തീരുന്നതാണ്. ഇപ്രകാരം തുളസിയുടെയും സാലഗ്രാമശിലയുടെയും മാഹാത്മ്യം വിശദീകരിച്ചതിനു ശേഷം ശ്രീ പരമേശ്വരൻ അന്തർധാനം ചെയ്തു. സജ്ജനങ്ങൾക്ക് സദാ മംഗളകാരനായി വർത്തിക്കുന്ന ശംഭുവിൻ്റെ വചനം കേട്ട് തുളസി അത്യന്തം സന്തുഷ്ടയായി. അവൾ സ്വശരീരം പരിത്യജിച്ച് ദിവ്യദേഹം സ്വീകരിച്ചു. അപ്പോൾ കമലാപതി മഹാവിഷ്ണു അവളെ കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. തുളസി ഉപേക്ഷിച്ച ശരീരത്തിൽ നിന്ന് ശ്രീ ശങ്കരഭഗവാന്റെ പ്രവചനപ്രകാരം ഗണ്ഡകി നദി പ്രത്യക്ഷീഭവിച്ചു. ഭഗവാൻ അച്യുതൻ മാനവർക്ക് പുണ്യം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി ഗണ്ഡകി നദിയുടെ തീരത്ത് ശിലയുടെ രൂപം പ്രാപിച്ചു കിടന്നു. അതിൽ പുഴുക്കൾ അനേകം തരത്തിലുള്ള ദ്വാരങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരുന്നു. അവയിൽ നിന്നും ഗണ്ഡകി നദിയിൽ അടർന്നു വീഴുന്ന ശിലകൾ അതീവ പുണ്യപ്രദങ്ങളായി തീർന്നു. ഈ പാവനകഥ മഹാവിഷ്ണുവിനെ മാഹാത്മ്യങ്ങളോടൊപ്പം ഭോഗവും മോക്ഷവും പ്രദാനം ചെയ്യുന്നതിനായിട്ടാണ് മാലോകർക്കായി വിവരിച്ചു തന്നത്. തുളസിയുടെയും സാളഗ്രാമത്തിൻ്റെയും മാഹാത്മ്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.